ഹരി, നമ്മുടെ CA ഫൈനൽ ക്ലാസ്സിൽ കേരളത്തിന്റെ പല ജില്ലകളിൽ നിന്നുള്ള കുട്ടികളുണ്ട്. കേരളത്തിന് പുറത്ത് എനിക്ക് തോന്നുന്നു ചെന്നൈയിൽ നിന്നുണ്ട്, അതേപോലെ ഹൈദരാബാദ് നിന്നുണ്ട് അല്ലേ. ഇവരൊക്കെ IIM വന്നിട്ട് നമ്മളുടെ ഒരു കൾച്ചർ, സ്റ്റഡി കൾച്ചർ കണ്ടിട്ട്, ഇവിടുത്തെ IIMന്റെ CA ഇന്റർമീഡിയറ്റ് റിസൾട്ട് വന്നിട്ട് കണ്ടിട്ട്, CA ഫൗണ്ടേഷന്റെ റിസൾട്ട് കണ്ടിട്ട് എന്താണ് അവരുടെ ഒരു ഒപ്പീനിയൻ, അവരുടെ കമന്റ് എന്താണ്? CA ഇന്റർമീഡിയറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസ് എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് റിസൾട്ട്സ് തന്നെയാണ് സർ. IIMനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇത്രയും റിസൾട്ട്സ് ഒരു വൗ ഫാക്ടർ ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്തത് ഈ സാധനത്തിന്, നമ്മുടെ റിസൾട്ടിന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ബാച്ചിന്റെ ടൈമിലായിരുന്നു നമ്മുടെ January 26 റിസൾട്ട്സ് വന്നത്. നമുക്കറിയാം ആ ബാച്ച് സിംഗിൾ ബാച്ച്, അതേ ബാച്ചിലത്തെ സ്റ്റുഡൻസ് ഇരുന്ന് പഠിക്കുന്നതും അവർ കണ്ടതാണ്. അവരിടുന്ന എഫേർട്ട് കണ്ടിട്ട് ഫൈനലിന് പ്രിപ്പയർ ചെയ്യുന്ന അവർ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, ഹരി, നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നമ്മളൊക്കെ പണ്ടേ പാസ്സായി പോയേനെ എന്നുള്ള രീതിയിൽ ഒരു കമന്റാണ് നമുക്ക് തോന്നുന്നത്. അവർ പറഞ്ഞ പോലെ തന്നെയായിരുന്നു റിസൾട്ട്സ് വന്നപ്പോൾ 27 ബോത്ത് ഗ്രൂപ്പും നമുക്കൊരു 30 സിംഗിൾ ഗ്രൂപ്പും ഓൾമോസ്റ്റ് 50% റിസൾട്ട്സ് ഒരു സിംഗിൾ ബാച്ച് നമുക്ക് കിട്ടിയിട്ടായി. എല്ലാം ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ. അപ്പോൾ ആ ഒരു വോ ഫാക്ടർ അവർക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടുണ്ട് എല്ലാ സ്റ്റുഡൻസിനും. ഇപ്പോൾ അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ ഏത് പാർട്ടിൽ നിന്നായാലും അവരുടെ റിലേറ്റീവ്സ്, അവരുടെ കസിൻസ് ആവട്ടെ, ബ്രദേഴ്സ് ആവട്ടെ, CA ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരിപ്പോ ഒബ്വിയസ്ലി IIM റെഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.